ഞാൻ എനിക്ക് പറ്റുന്നിടത്തിനോളൊക്കെ പറഞ്ഞു നോക്കി. ഓന് ഏകദേശം കാര്യത്തിന്റെ കിടപ്പൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കണ്. മതി, ധാരാളം മതി. ബാക്കിയൊക്കെ ഓൻ വന്നിട്ട് നമുക്ക് നേർക്ക് നേരെ പറഞ്ഞ് ശരിയാക്കാം. സെലീന നിൽക്കുമ്പോ നവാസ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുമെന്ന് എന്റെ പേടി. പക്ഷെ എന്താണ് അങ്ങനെ പേടിച്ച സംഗതി നടക്കുവോ? അല്ലെങ്കിൽ തന്നെ ഇതിലിപ്പോ പേടിച്ചാൽ എന്താ ഉള്ളത്? ഒരു എടുത്തുചാട്ടത്തിന് ഹലാക്കിൽ പെട്ടുപോയ ഒരു പെൺകുട്ടിക്ക് നമ്മളൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കല്ലേ. അതിനും വേണ്ടി നിങ്ങളെ പൊന്നാര കുട്ടീനെ നിറഞ്ഞ മനസ്സോടെ ഒരു നേർച്ച കോയിനെ കൊടുക്കണ മാതിരി കൊടുക്കാൻ തയ്യാറായ നിങ്ങളൊരു വലിയ ബില്ലിയല്ലേ. പിന്നെ എന്നാ പോനെ കെട്ടിയെടുക്കണേ? വരവ് ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ വരാന്ന് ഓൻ പറഞ്ഞത്. അതിന്റെ ഇടയിൽ ഓന്റെ മനസ്സ് മാറുമെന്ന് എന്റെ പേടി. നിങ്ങളൊരു പേടി. ഓന്റെ മനസ്സ് എങ്ങോട്ട് മാറിയാലും അതിനെ തിരിപ്പിച്ച് കൊണ്ടുവരാനുള്ള ബയ്യൊക്കെ എന്റെ അടുത്തുണ്ട്. പക്ഷെ കാര്യങ്ങൾ നടത്താൻ ഇഞ്ഞും വൈകിയാലേ പെണ്ണ് പെറുവെന്ന് എന്റെ പേടി. എന്തായാലും ഓൻ വേഗം വരാൻ വേണ്ടി യാസീനോദിയോളി. അതിന്റെ ഇടക്ക് നിങ്ങളൊന്ന് വേഗം ചെന്ന് ഓളെ പള്ള കാണി. പെണ്ണ് കാണി കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും കൊണ്ട് ആക്കും ചെയ്യാലോ. പൊന്നമ്മരത്തൊടിക ഹസ്സൻകുട്ടി തലശ്ശേരിയിലെ അത്യാവശ്യം തെറ്റില്ലാത്ത പണക്കാരനാ. അതായത് ഈ ഞാൻ എന്റെ കുടുംബത്തിലൊരു പെണ്ണ് ചീത്തപ്പേര് കേൾപ്പിക്കണത് ഇതാദ്യ. എന്റെ മകളായതുകൊണ്ട് പറയല്ല കേട്ടോ, ആരുടെ വാക്കും പെട്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലോള്. ചതിയും വഞ്ചനയും കണ്ട തിരിച്ചറിയാനുള്ള പ്രാപ്തി ഇതുവരെ ഒക്കെ ആയിട്ടില്ല. അനുഭവമാണല്ലോ കുരു. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഓർ കയ്യപ്പതായിട്ട് കൂട്ടിയാ മതി. എനിക്ക് ആകപ്പാടെ ഈ ഒരൊറ്റ മകളേ ഉള്ളൂ. എന്തിനാ അധികം? ഓക്ക് സ്ത്രീധനായിട്ട് 7 ലക്ഷം കൊടുക്കാന്ന് ഞാൻ വെറുതെ അങ്ങോട്ട് പറഞ്ഞതാ. അപ്പൊ കൊടുക്കൂലേ? എന്നാ പിന്നെ ഞങ്ങളാട്ട്. അതല്ലാന്ന്, നിങ്ങൾ ഇരിക്കി. ഓക്കൊരു 10 ലക്ഷമെങ്കിലും കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടോ? പിന്നെ ഇട്ടുമൂടാനുള്ള പണ്ടവും കൊടുക്കാം. അതിനൊന്നൊരു കുഴപ്പമില്ല. എന്റെ കുട്ടിക്കൊരു ജീവിതം കിട്ടിയാ മതി. പിന്നെ എന്റെ അന്തസ്സും കഴിച്ചിലായി കിട്ടണം. നമുക്ക് കുട്ടീനൊന്ന് കാണാ. ഓളെ വിളിക്ക്. എന്നാ ഞാൻ പോട്ടെ. അല്ല, മോൻ എന്നാ എത്താ? ഞമ്മക്ക് കാര്യങ്ങൾ നീക്കാം. ഊനെത്തിക്കോളൂ അല്ലേ? കൂട്ടിയും കുറച്ചും കണക്ക് പുസ്തകം എഴുതി തീർക്കുന്നു. കൂട്ടിവെച്ചവസാനമെല്ലാം എണ്ണി നോക്കുന്നു. കൂട്ടിയും കുറച്ചും കണക്ക് പുസ്തകം എഴുതി തീർക്കുന്നു. കൂട്ടിവെച്ചവസാനമെല്ലാം എണ്ണി നോക്കുന്നു. ബോധിച്ചതെല്ലാം നേടിയെടുക്കാൻ പടച്ച റബ്ബിനെ മറക്കും. ധർമ്മവും നീതിയും നോക്കാതെ പണം ലഭിക്കുവാൻ വിയർത്തൊലിക്കും. ദുനിയാവിൻ വർണ്ണശോഭയിൽ നാം മയങ്ങരുതേ. മോനെ വയ്യത് ഉമ്മ കാത്തിരുന്ന് കോയങ്ങി. അതിന് ഫ്ലൈറ്റ് വഴിയിട്ടൊന്നുമില്ലോ. മോന് എന്താടോ വായിക്കലിക്കല്ല. പിന്നെന്തിനാ? വാ.
ഉമ്മാക്കറിയാം ഉമ്മാന്റെ കുട്ടിന്റെ മനസ്സ്. സലീലാനെ മറക്കണമെന്ന് ഒഴിവാക്കണമെന്ന് ഉമ്മ പറഞ്ഞില്ലല്ലോ. പടച്ചോൻ അനുവദിച്ച നിയമം അനുസരിച്ചുള്ള ഒരു കെട്ട്. ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കല്ലേ, പുണ്യം കിട്ടും. പിന്നെ നല്ലോണം കഷ്ടപ്പെട്ട് നയിച്ചിട്ടാ ഉമ്മ ഇങ്ങളെയൊക്കെ നിലയിലാക്കിയത്. അപ്പൊ കായിന്റെ ബലം ഉമ്മാക്ക് ശരിക്കും അറിയാം. അതെത്തിര കിട്ടിയാലും അധികം ആവൂലെന്ന് ഉമ്മാക്കറിയാം. ഇവിടെ ഉമ്മ കാണുന്നത് അത് തന്നെയാ. അനക്ക് ഇനിയും കാലാകാല മരുഭൂമി കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ടാ മതിയാ. ആരെ മുതലും കക്കണോന്നല്ലാലോ ഉമ്മ പറയുന്നത്. ഒരു പാവം മനുഷ്യൻ സ്നേഹത്തോടെ മനസ്സറിഞ്ഞ് തന്റെ കുട്ടിക്ക് കൊടുക്കണതാ. അത് കുറയ്ക്കണോന്ന് പറഞ്ഞാ കുറക്കൂല, വേണ്ടാന്ന് പറഞ്ഞാട്ട് തരാതിരിക്കയില്ല. ഞമ്മളായിട്ട് 8-10 ലക്ഷം ഉറുപ്പ്യ അത് കൊത്ത പണ്ടു വെറുതെ പുറംകൈയോണ്ട് തട്ടിത്തെറിപ്പിച്ച് കളയണോ? അത് മാത്രമല്ല, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വരുന്നില്ലേ? പിന്നെന്നും ഇങ്ങനെ ആയാ മതിയോ? എനിക്കും വേണ്ട ഒരു പേരക്കുട്ടിയൊക്കെ. സലീനാക്ക് അതിനാവൂലെന്ന് ഡോക്ടർമാര് വിധി പറഞ്ഞതല്ലേ. ഇനിയൊക്കെ എന്റെ ഇഷ്ടം പോലെ. നല്ല യാത്രാക്ഷീണം കാണും, കിടന്നോളെ. ബാക്കി നാളെ ആലോചിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ. എന്തേ? നമുക്ക് ഒരു കൊച്ചു വീടെടുത്ത് താമസം മാറിയാലോ? അതെന്താ ഇപ്പൊ ഈ നേരത്തെ ഇങ്ങനൊരു തോന്നല്? ആലോചന തുടങ്ങിയിട്ട് നാള് കുറേ ആയി. പക്ഷേ തന്നെ അടുത്ത് കിട്ടിയത് ഇന്നല്ലേ. ഇക്കക്ക, പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം കേൾക്കുമ്പോ ഉമ്മാക്ക് വിഷമാവൂലേ? ഉമ്മയോട് ഞാൻ പറഞ്ഞു. ഇത്ര നേരം അതായിരുന്നു ചർച്ച. എന്നിട്ട് ഉമ്മ എന്താ പറഞ്ഞു? തന്നോട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. ഉമ്മ എങ്ങനെ പറഞ്ഞു? എന്തേ? ഒന്നുമില്ല, ഞാനെന്ത് പറയാനാ. ഒക്കെ ഉമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. പിന്നെ നിയാസിന് കല്യാണമൊക്കെ വരാനുള്ളതല്ലേ, മാറുന്നതാ നല്ലത്. തെറ്റില്ലാത്തൊരു വീട് നോക്കണം ഉടനെ തന്നെ. അപ്പൊ ഇതാണ് മുതല്. നല്ല പത്തരമാറ്റ് പോരാണെന്ന് കണ്ടുപോയി. മോട്ടറിന് ചെറിയ ഒരു കംപ്ലൈന്റ് ഉണ്ട്. അത് നമുക്ക് വൈകുന്നേരം 2 മണി കണ്ടീഷൻ ആക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. എന്തായി പോരെ? ഈ ആഴ്ച തന്നെ മാറണം എന്നാ വിചാരിക്കണത്. ആയതാലും ഒരു മിനിറ്റ് കേട്ടോ. എന്തായാലും നന്നായി. തറവാട്ടിൽ നമ്മൾ അനിയഞ്ചക്കന്റെ കൂടെ എന്നാലേ നമ്മളൊരു പണിയും നടക്കൂല. കല്യാണം കഴിയണ വരെ നിങ്ങളെ കെട്ടിയോളൂ സംഗതി ഒന്നും അറിയരുത്. കായ് നമ്മളെ പോക്കറ്റിലല്ലോ. നിങ്ങളെ പോക്കറ്റ് വന്നാല് പിന്നെ ആരാറിഞ്ഞാലും കുഴപ്പമില്ലല്ലോ. കഴിഞ്ഞാലും അറിയിക്കാതെ കൊണ്ടു നടക്കണം എന്നാ എന്റെ തീരുമാനം. അതുകൊണ്ടാ വീട്ടിൽ നിന്നുള്ള ഈ മാറല്. അതേതായാലും നന്നായി. പിന്നെ കെട്ടാൻ പോണ പെണ്ണ് നരിമാർക്കാ. നരിമാർക്ക് എന്ത് നല്ല ഫാമിലിയാന്നറിയാം. പിന്നെ പെൺകുട്ടി ഞാൻ കണ്ടുപിടിച്ച ഒരേ ഒരു കുഴപ്പം എന്താ? അതെന്താ? അച്ചടക്കം. അത് കുറച്ചധികം. പെൺകുട്ടികളായ എത്ര അധികം അച്ചടക്കം പാടില്ല. ഓ എന്തൊരു അച്ചടക്കാണോ. ഇനി അധികം നേരം വെക്കണ്ട. അഡ്വാൻസ് കൊടുത്താണ്. എന്നാ ശരി. അങ്ങനെ ചില്ലറ എന്തെങ്കിലും അതിന്റെ ആവശ്യമല്ല. എന്റെ കയ്യിൽ വണ്ടിക്കൂലി എന്തെങ്കിലും മാണ്ട. എന്റെ എനിക്ക് വെള്ളം കുടിച്ചാൽ എന്തെങ്കിലും. അല്ല 500 ചില്ലറ ഉണ്ടാവോ? പിന്നെന്താ, ചില്ലറൊക്കെ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. കിട്ടൂല. ഞാൻ എണ്ണി തരാം. അതൊക്കെ ഞാൻ 100 എന്താന്ന് അറിയൂല. 500 ഒറ്റ നോട്ടിന്റെ ഒപ്പരം കുറച്ച് ചില്ലറയും കൂടി ഉണ്ടെങ്കിൽ മനസ്സിനൊരു സമാധാന.
എനിക്ക് മനസ്സിലാവാത്ത അതല്ല, ഇത്ര കടുപ്പപ്പെട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്തിനാ? ഈ വീട്ടിലിപ്പോ അതിന് മാത്രം ആളുകളൊന്നുമില്ലല്ലോ. ഞാനും അത് തന്നെയാ പറയണത്. എന്താ അത്ര നിർബന്ധം മാറി താമസിക്കണോന്ന്? എനിക്ക് മക്കളായിട്ട് നിങ്ങള് 2 ആളല്ലേ ഉള്ളൂ. അതിനും വീടൊക്കെ ധാരാളാ. അതുകൊണ്ടൊന്നുമല്ല, നിങ്ങളെയൊന്നും ഒഴിവാക്കി പോവല്ലോ. നിയാസിനൊരു കല്യാണമൊക്കെ ശരിയായി വരുമ്പോ ഞങ്ങൾ ഇവിടെ നിന്നാ അതൊരു അസൗകര്യമാവും. ആർക്ക്? എനിക്കും ഉമ്മയ്ക്കും അതൊരു അസൗകര്യമല്ല. പിന്നെ ഞാൻ കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണ് അതാരായാലും അടക്കി നിർത്താൻ എനിക്കറിയാം. പിന്നെന്താ പ്രശ്നം? അത് ഞാൻ പറയണത്, സാധാരണ കെട്ടിയ പെണ്ണിന്റെ തലേണ മാത്രം കേട്ട് കേട്ട് ഭർത്താക്കന്മാര് സ്വന്തം കുടുംബം വിട്ട് പുതിയൊരു അണുകുടുംബം ഉണ്ടാക്കുന്നതാണ് നാട്ടടപ്പ്. ഇതിപ്പോ പാവം എന്റെ താത്തക്ക് അങ്ങനെ ഒരു അതിവളവ് എന്റെ ഇക്കാനെ കൊണ്ട് ചെയ്യിക്കാനുള്ള ബുദ്ധിയും സാമർത്ഥ്യം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനൊരാശയം എങ്ങനെ ഉരുത്തിരിഞ്ഞു എന്നുള്ളത് സസ്പെൻസ്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഞാൻ വീടിന് അഡ്വാൻസ് വരെ കൊടുത്തിട്ടാ വന്നത്. ഇനി തീരുമാനം മാറ്റാൻ പറ്റില്ല. എന്നാ ശരി, തീരുമാനിച്ച പോലെ നടക്കട്ടെ. പച്ചമരത്തിൽ നിന്നും റബ്ബ് തീയുതിർത്തില്ലേ, നിശ്ചയം ഈ ലോകചലനം അവന്റെ കഴിവല്ലേ. പച്ചമരത്തിൽ നിന്നും റബ്ബ് തീയുതിർത്തില്ലേ, നിശ്ചയം ഈ ലോകചലനം അവന്റെ കഴിവല്ലേ. ഒരു ദിനം റൂഹ് പിരിയും ഖബറിലെ ഇരുട്ടറയിൽ ചെന്നണയും. സുകൃതം ചെയ്ത ജീവിതമെങ്കിൽ വിജയം നീ വരിക്കും. ദുനിയാവിൻ വർണ്ണശോഭയിൽ നാം മയങ്ങരുതേ. തൽക്കാല ജീവിതം മാത്രമാണിതു, മറന്നു പോകരുതേ. ദുനിയാവിൻ വർണ്ണശോഭയിൽ നാം മയങ്ങരുതേ. എന്താ പുതിയ പിള്ളേക്കൊരു ടെൻഷൻ? വീട്ടിലെ കാര്യം ആലോചിച്ചിട്ടാ? അതൊന്നും വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. വന്ന് കിടക്ക്, നമുക്ക് ജീവിതം തുടങ്ങണ്ടേ? സെലീൻ ഒന്നും അറിഞ്ഞിട്ടില്ല. പാവം. പാവം തന്നെയാ അവള്. ഇപ്പൊ ഓർക്കുമ്പോ എന്തോ ഒരു പിന്നെ സെന്റിമെന്റ്സ് ഒന്നും കാണിക്കേണ്ട നേരമല്ല ഇത്. എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുന്ന മുഹൂർത്തമായി ഇത്. നിങ്ങൾക്ക് ഞാൻ 2ാം ഭാര്യയാണെങ്കിലും എന്റെ ഒരേ ഒരു ഭർത്താവാണ് നിങ്ങൾ. എന്റെ സ്നേഹവും സന്തോഷമൊക്കെ പങ്കുവെക്കുന്ന ആൾ. അതിൽ കൂടുതലൊന്നും എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സോറി, ഞാൻ വെറുതെ. പിന്നെ ഞാൻ ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ്. അതൊരു പക്ഷേ എന്റെ സ്വകാര്യ അഹങ്കാരമായിരിക്കും. എന്റെ ഉപ്പ സമ്പാദിച്ച സ്വത്തിനുള്ള ഏക അവകാശിയാണ് ഞാൻ. ആ സ്വത്ത് മുഴുവൻ നമുക്കും, അതായത് നമുക്ക് മാത്രം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അധിക സമയം ഈ വീട്ടിൽ തന്നെ ചെലവഴിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വീട്ടിലൊരു അംഗമായി, വരും നാളിലൊരു ഗൃഹനാഥനായി. ഉടനെയല്ല ഇട്ടെറിഞ്ഞ് വരണമെന്ന് ഞാൻ പറയണില്ല. എന്തിനും അതിൻ്റെതായ ഒരു നേരം വേണല്ലോ. എന്നാ നമുക്ക് കിടക്കാം.